Clostridium perfringens, gram-positive, spore-forming, non-motile, strict anaerobe, sulfite-reducing bacilli, ferment lactose, sucrose, and inositol with the production of gas and acid, producing stormy clot, fermentation with the milk, reduce nitrate, hydrolyze gelatin, and produce lecithinase and acid phosphatase. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞതൊക്കെ. അതിനകത്തുനിന്ന് അതും ഇതും പറഞ്ഞതുപോലെ ഗ്രാം പോസിറ്റീവ് ആണ്. ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ മുമ്പേ പറഞ്ഞായിരുന്നു, ഗ്രാം പോസിറ്റീവ് ആണ്. ബൈലെസ്കുലിൻ അഗാറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ആണ് എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരു ഗ്രാം പോസിറ്റീവ്, അതുപോലെ തന്നെ ഉള്ള ഒരു ഗ്രാം പോസിറ്റീവ് വേറൊരു ഗ്രൂപ്പാണ് ബാക്ടീരിയോയിഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു അനൈറോബിക് ഗ്രൂപ്പാണ്. സോറി, ബാക്ടീരിയോയിഡ്സ് ഗ്രാം നെഗറ്റീവ് അനൈറോബിക് ഗ്രൂപ്പാണ്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ് ഗ്രാം പോസിറ്റീവ് ഗ്രൂപ്പിൽ വരുന്നതാണ്. സ്പോർ ഫോമിംഗ് നോൺ മോട്ടൈൽ ഗ്രൂപ്പാണ്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞതൊക്കെ. അതും ഒരു അനൈറോബിക് സൾഫൈറ്റ് റെഡ്യൂസിങ് ബാസിലൈ ആണ്. ലാക്ടോസ് ഫെർമെന്റ് ചെയ്യും, സുക്രോസ്, ഇനോസിറ്റോള ഇതെല്ലാം ഫെർമെന്റ് ചെയ്യും. അതുപോലെ തന്നെ നൈട്രേറ്റിനെ റെഡ്യൂസ് നൈട്രൈറ്റ് ആക്കി മാറ്റാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ജലാറ്റിൻ ഹൈഡ്രോളിസിസ് നടത്തുന്ന ഗ്രൂപ്പാണ്. ഓർഗാനിസംസ് ആണ്. ആൻഡ് ഓൾവേസ് പ്രസന്റ് ഇൻ ഫീമെയിൽസ്. The spores ആണ് കൂടുതലും ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. These indicate the presence of protozoa and enterovirus. ഇനി ബിഫിഡോബാക്ടീരിയ, അതും ഗ്രാം പോസിറ്റീവ് ഗ്രൂപ്പാണ്. ബിഫിഡോബാക്ടീരിയയുടെ പല ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. ബിഫിഡോബാക്ടീരിയ പിന്നെ അഡൽസിൽ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ബിഫിഡോബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ആണ്. ഒബ്ലിഗേറ്റ് അനൈറോബിക് ബാക്ടീരിയ ആണ്. നോൺ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. നോൺ സ്പോർ ഫോമിംഗ് ആണ്. അതുപോലെ തന്നെ നോൺ മോട്ടൈൽ ആണ്. വിച്ച് ആർ ഹൈലി പ്ലിയോമോർഫിക് ആൻഡ് മേ എക്സിബിറ്റ് ബ്രാഞ്ചിങ് ബഡ്സ് കോൾഡ് ബിഫിഡ്സ്. അതുകൊണ്ടാണ് അതിനെ ബിഫിഡോബാക്ടീരിയ എന്ന് പറയുന്നത്. ക്ലബ്സ്, കോപ്പോയിഡ്, കോർണിഫോം, വൈ ആൻഡ് വി ഷേപ്ഡ് ഫോംസ് കോർണിഫോം ഗ്രൂപ്പിൽ വരുന്നത്. അതായത് പിന്നെ കോർണിഫോം ഗ്രൂപ്പിൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യൂണിഫോം അറേഞ്ച്മെന്റ്, പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അതായത് ഡോട്ടർ സെൽസ് പിന്നെ ഇത് ബൈനറി ഫിഷൻ കഴിഞ്ഞിട്ട് ഡോട്ടർ സെൽസ് ഇൻകംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്താൽ പോവില്ല, ഇൻകംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് ക്യൂണിഫോം അറേഞ്ച്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നെങ്കിൽ വൈ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പിൽ ഉള്ള ഇതായിട്ട് അത് വരും. കാറ്റലൈസ് നെഗറ്റീവ് ആണ്. ലാക്ടോസ് ഫെർമെന്റ് ചെയ്യും. എക്സെപ്റ്റ് 3 സ്പീഷീസ്, ബിഫിഡോബാക്ടീരിയം ആസ്ട്രോയിഡ്സ്, ഇൻഡിക്കം, ബിഫിഡോബാക്ടീരിയം കോർണിഫോം, ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കി സ്പീഷീസ് ഒക്കെ തന്നെ lactose fermenting ആണ്. One of the most numerous group of bacteria in the fecus of warm-blooded animals. Warm-blooded animals ഫീക്കസിൽ കാണുന്ന ഒരു ഗ്രൂപ്പാണ്. ബാക്ടീരിയോഫേജിന്റെ പ്രോപ്പർട്ടി ഓൾറെഡി ബാക്ടീരിയോഫേജ് പറഞ്ഞതാണ്. ബാക്ടീരിയൽ വൈറസ് വിച്ച് ആർ യൂബിക്വിറ്റസ് ഇൻ ദ എൻവയോൺമെന്റ് ആൻഡ് resistant to disinfection. Disinfection ചെയ്തൊന്നും നമുക്ക് കളയാൻ പറ്റുന്നതല്ല. ഫോർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ടു മോഡൽ ഹ്യൂമൻ enteric viruses and protozoans. Most interest in somatic coliphage, male specific RNA coliphage and phages infecting പിന്നെ Bifidobacterium fragilis. ഇനി what are the strategies minimizing waterborne illness outbreak in developing countries? അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഈ വാട്ടർ ബോൺ ഇൽനെസ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും, അതെന്തൊക്കെയാണ് അതിനുള്ള മെത്തേഡ്സ് എന്ന് നോക്കാം. നമുക്ക് ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്ലോറിനേഷൻ. നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ഇനി അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. Chlorination, it's a widely used method for water purification wherein chloroform is added, wherein chlorine is
added in liquid or tablet form to kill the pathogenic microorganism present in distilled water supply. ക്ലോറിൻ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട്, ക്ലോറിൻ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഒന്നുകിൽ ലിക്വിഡ് ഫോമിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടാബ്ലറ്റ് ഫോമിൽ യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതിന്. therefore water that has been treated with chlorine is effective in preventing waterborne diseases സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് ക്ലോറിനേഷൻ കൊണ്ട് സാധിക്കും. അടുത്തൊരു മെത്തേഡാണ് ഫിൽട്രേഷൻ. Filtration, it is used to purify water through high quality ceramic filters with small pores often coated with silver, which has been shown to be effective in removing many microbes and other suspended solid particles. ഒരു ഹൈ ക്വാളിറ്റി സിറാമിക് ഫിൽറ്റേഴ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഫിൽറ്റേഴ്സ് ആയിട്ട് സിറാമിക് ഫിൽറ്റേഴ്സ് പോഴ്സ് ഉള്ള ഓഫൺ കോട്ടഡ് വിത്ത് സിൽവർ, വെരി എഫക്റ്റീവ് ആയിട്ട് മൈക്രോബ്സിനെ ഇത് ചെയ്യാൻ പറ്റുന്ന, റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. These devices can be directly installed at water outlet in order to protect users against potentially harmful. ഇതൊക്കെ നമുക്ക് പിന്നെ ഇതിലൊക്കെ വാങ്ങിക്കാൻ ഡിവൈസസ് വാട്ടർ ഔട്ട്ലെറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു മെത്തേഡാണ് കമ്പൈൻഡ് ഫ്ലോക്കുലേഷൻ ഓർ ഡിസിൻഫെക്ഷൻ. ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് chlorine in powder or tablet form to coagulate and flocculate the sediments present in water, followed by a timed release of disinfectant chlorine. Flocculation procedure വഴി റിമൂവ് ചെയ്ത് മാറ്റുന്നത്, അത് വാട്ടറിന്റെ ടർബിഡിറ്റി ഒക്കെ കളയാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു മെത്തേഡാണ് സോളാർ ഡിസിൻഫെക്ഷൻ. അത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ടബിൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം that is also use water treatment. Clear water in disposable plastic bottle is exposed to sunlight. നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. എക്സ്പോസ് ടു സൺലൈറ്റ് ഫോർ എ ഡേ. പ്രിൻസിപ്പലി ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ആക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് UV ലൈറ്റ് റിസീവ്ഡ് ഫ്രം ദ സൺ. ആക്ടിവേറ്റ് UV ലൈറ്റ്, സൺലൈറ്റിൽ നിന്നുള്ള UV ലൈറ്റ് ആണ് അവിടെ ഒരു കില്ലിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബോയിലിംഗ്. നമുക്ക് ഒരു പരിധി വരെ വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് മെത്തേഡാണ് സേഫ് സ്റ്റോറേജ്. നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വാട്ടർ നല്ല സേഫ് ആയിട്ടുള്ള ഇതിൽ സ്റ്റോർ ചെയ്യുക. വാട്ടർ ദാറ്റ് ഈസ് സേഫ് അറ്റ് ദ പോയിന്റ് ഓഫ് കളക്ഷൻ. കളക്ട് ചെയ്യുന്ന ഇതാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഒക്കെ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്, അങ്ങനെ നമുക്ക് വാട്ടർ കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടും വാട്ടർ ബോൺ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനായിട്ടും. In order to determine whether water has been contaminated by fecal material, a series of tests are used to demonstrate the presence or absence of coliforms. അപ്പൊ നമുക്ക് വാട്ടർ എങ്ങനെ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ നോക്കാം, എങ്ങനെ നമുക്കതിൽ കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യാം എന്നുള്ള പല മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഇനി ചിലപ്പോൾ ചില കേസിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാറുണ്ട്. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടോ, കോളിഫോംസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറെ ടെസ്റ്റുകൾ നമുക്കുണ്ട്. Coliform group is comprised of gram-negative, non-sporing, aerobic or facultatively anaerobic rods which ferment lactose to acid and group. Two organisms in this group include E. coli and Enterobacter aerogens. However, the only true fecal coliform is E. coli, which is found only in fecal material from warm-blooded animal. The presence of this organism in a water supply is evidence of recent fecal contamination is sufficient to order the water supply closed until test no longer detect E. coli. ഇപ്പൊ E. coli ഇതിനകത്ത് മെയിൻ ആയിട്ടും 2 ഓർഗാനിസം ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്, E. coli, Enterobacter. അതിൽ തന്നെ ട്രൂ കോളിഫോംസ്
ഫിക്കൽ കോളിഫോംസ് എന്ന് നമ്മൾ പറയുന്നത് ഈക്കോളൈ ആണ്. അപ്പൊ ഈക്കോളൈയുടെ കണ്ടാമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വാട്ടർ ക്വാളിറ്റി അനാലിസിസിന്റെ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ. അപ്പം ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓർ അനാലിസിസ് ഓഫ് വാട്ടറിനകത്ത് 3 ടെസ്റ്റുകളാണ് നമ്മൾ ബാക്ടീരിയോളജിക്കൽ അനാലിസിസിൽ പറയുന്നത്. പ്രിസംറ്റീവ്, കൺഫേംഡ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്. എന്താണ് നമുക്ക് പ്രിസംറ്റീവ് ടെസ്റ്റ് എന്ന് നോക്കാം. പ്രിസംറ്റീവ് ടെസ്റ്റ്, ദിസ് ടെസ്റ്റ് a specific enrichment procedure for coliform bacteria is conducted in fermentation tubes filled with a selective growth medium, McConkey lactose broth, which contains an inverted Durham's tube for the detection of fermentation gas. A series of lactose broth tubes are inoculated with a measured amount of water sample to be tested. ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാം നമ്മൾ കോളിഫോംസിന്റെ പ്രസൻസ് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതില് ആദ്യത്തെ വാട്ടർ അനാലിസിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിസംറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രിസംറ്റീവ് ടെസ്റ്റില് ഇത് ഫെർമെന്റേഷൻ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് കോളിഫോംസിന്റെ എല്ലാ പ്രത്യേകത നമ്മൾ പറഞ്ഞു. കോളിഫോംസിനെല്ലാം തന്നെ ദേ ക്യാൻ ഫെർമെന്റ് ലാക്ടോസ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെയുള്ള ഒരു ലാക്ടോസ് കണ്ടെയ്നിങ് മീഡിയയിൽ ഗ്രോ ചെയ്യിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ മെക്കോങ്കി അല്ലെങ്കിൽ ലാക്ടോസ് ബ്രോത്ത്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീഡിയയിൽ നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ലാക്ടോസ് കണ്ടെയ്നിങ് മീഡിയയിൽ അത് വളരുമ്പോൾ അവര് ലാക്ടോസ് യൂട്ടിലൈസ് ചെയ്യും എനർജിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ലാക്ടോസ് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ആസിഡും ഗ്യാസും ഫോം ചെയ്യും. ഈ ആസിഡും ഗ്യാസും ഫോർമേഷൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ആ ആസിഡ് ഫോർമേഷനും ഗ്യാസ് ഫോർമേഷനും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയത്തിൽ ഒരു സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡക്ഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദിറംസ് ട്യൂബ് എന്ന് പറയുന്ന ഒരു സ്മോൾ സൈസിലുള്ള ട്യൂബും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് പോലൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ മീഡിയം എടുത്തു. ആ മീഡിയത്തിലേക്ക് നമ്മൾ ഒരു സ്മോൾ ഇൻവേർട്ടഡ് ട്യൂബ് നമ്മൾ പ്ലേസ് ചെയ്യും. ഒരു ചെറിയ ട്യൂബാണ്. ആ ട്യൂബ് നമ്മൾ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻവേർട്ടഡ് ഇൻ ദ മീഡിയം ആൻഡ് ദിസ് സ്മോൾ സൈസ്ഡ് ട്യൂബ് ഈസ് നോൺ ആസ് ദിറംസ് ട്യൂബ്. ഈ ദിറംസ് ട്യൂബ് നമ്മൾ മീഡിയം ഫുൾ ആയിട്ടും ഈ ദിറംസ് ട്യൂബ് നമ്മൾ മീഡിയം അങ്ങ് ഫില്ല് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പൊ ഈ ദിറംസ് ട്യൂബിൽ ഫുൾ മീഡിയം ഫില്ല് ചെയ്തിട്ടുണ്ടാകും. മീഡിയത്തിലുള്ള ലാക്ടോസ് ഓർഗാനിസം ഫെർമെന്റ് ചെയ്താൽ ആസിഡ് ഫോം ചെയ്യാം, പിന്നെ നമുക്ക് ഫോം ചെയ്യാവുന്നതാണ് ഗ്യാസ്, 2 പ്രോഡക്റ്റ്. അപ്പൊ ആസിഡും ഗ്യാസും ഫോം ചെയ്യും. ഈ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ദിറംസ് ട്യൂബ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ട് എങ്കിൽ ഇവിടെ ഈ ദിറംസ് ട്യൂബിനകത്ത് ബബിൾസ് വന്ന് കണക്ട് ചെയ്യും. അപ്പൊ ദിറംസ് ട്യൂബിൽ ബബിൾസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ട്. കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇവിടെ പറയാൻ പോകും. ഈ പ്രിസംറ്റീവ് ടെസ്റ്റിനെ MPN ടെസ്റ്റ് എന്നും പറയും. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മള്. അതൊരു സീരീസ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് വെച്ചിട്ട് 3 അല്ലെങ്കിൽ 5 ട്യൂബ്സിന്റെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പ്രിസംറ്റീവ് ടെസ്റ്റില് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓർ MPN. പ്രിസംറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓർ MPN എന്ന് പറയുന്നത്. Most probable number or MPN is a statistical method used to estimate
the concentration of microorganism in a sample based on the presence or absence of growth in multiple tubes or wells inoculated with the sample. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ ഒരു പ്രോബബിൾ നമ്പർ ആണ്, ഒരു എക്സാക്ട് നമ്പർ അല്ല, നമുക്കൊരു പ്രോബബിലിറ്റി ആണ്, പ്രോബബിൾ നമ്പർ ആണ് നമ്മൾ അവിടെ കിട്ടുന്നത്. അത് ഓർഗാനിസം ആ മീഡിയയില് വളർന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡിന്റെയും ഗ്യാസിന്റെയും ഒക്കെ റിസൾട്ട് നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബബിൾ നമ്പർ ആണ്. This method is commonly used in microbiology, particularly in the analysis of water and food sample to estimate the concentration of bacteria or other bacteria. ബാക്ടീരിയയുടെ കോൺസെൻട്രേഷൻ എന്തുമാത്രം ആ സാമ്പിളിനകത്തുണ്ട് എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയുന്നത്. Most probable method or MPN involves diluting the sample and inoculating multiple replicate tubes or wells with varying dilution. Each tube or well is then observed for the presence or absence of growth. Involves diluting the sample and inoculating multiple replicate tubes. സീരീസ് ഓഫ് ട്യൂബ്സ് നമ്മൾ എടുക്കുന്നു, പല ഡൈല്യൂഷൻസിലുള്ള സീരീസ് ഓഫ് ട്യൂബ്സ് നമ്മൾ എടുക്കുന്നു, അതിലേക്ക് നമ്മൾ ഓർഗാനിസം ആഡ് ചെയ്യുന്നു, അത് പിന്നെ നമ്മൾ ടർബിഡിറ്റി ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ബൈ അനലൈസിംഗ് ദ പാറ്റേൺ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ട് അക്രോസ് ദ ഡൈല്യൂഷൻ സീരീസ്, ദ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം പ്രസന്റ് ഇൻ ദ ഒറിജിനൽ സാമ്പിൾ ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓർ സോഫ്റ്റ്വെയർ. പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വാല്യൂ പിന്നെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഇതിന്റെ മോസ്റ്റ് പ്രോബബിൾ നമ്പർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. A presumptive test is an initial screening test used to detect the presence of specific group of microorganism or chemical substance in the sample. This test provides rapid and qualitative result indicating whether further confirmatory test is necessary. അപ്പൊ ഇതൊരു പ്രിലിമിനറി ടെസ്റ്റ് മാത്രമാണ്. ഇത് പിന്നെയും നമ്മൾ വാട്ടർ അനാലിസിസ് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഇത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ മുന്നോട്ട് ടെസ്റ്റുകൾ ചെയ്താണ് വാട്ടർ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു പ്രിലിമിനറി മെത്തേഡ് എന്ന് മാത്രം പറയുന്ന ഒരു ഇതാണ് പ്രിസംപ്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്ന് പറയുന്നത്. The main selective factors found in the medium. അപ്പൊ ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന മീഡിയം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ഇത്. The main factors found in the medium are lactose, sometimes a surfactant such as sodium lauryl sulfate or sodium taurocholate, and often a pH indicator dye for facilitating detection of acid production such as bromocresol purple or brilliant green. The selective action of lactose occurs because many bacteria cannot ferment this sugar, whereas coliform bacteria and several other bacterial type can ferment it. The surfactant and the dye do not inhibit coliform, whereas many other bacteria such as the spore formers are inhibited. പിന്നെ ഇതിനകത്ത് ഈ ടെസ്റ്റിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന മീഡിയം, ദാറ്റ് മീഡിയം ലാക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയം ആയിരിക്കണം. പിന്നെ കാരണം ലാക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയം നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് കോളിഫോംസിന്റെ ഒരു പ്രത്യേകതയാണ് ദേ ക്യാൻ ഫെർമെന്റ് ലാക്ടോസ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ ഇവിടെ കോളിഫോംസ് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. കോളിഫോംസ് ആ വാട്ടറിൽ പ്രസന്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ലാക്ടോസ് ഫെർമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളിഫോംസ് ആ മീഡിയയിൽ വളരണമെന്നുണ്ടെങ്കിൽ ദേ യൂട്ടിലൈസ് ലാക്ടോസ് ഫോർ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാർബൺ സോഴ്സ് ആയിട്ട് അവർ ലാക്ടോസ് യൂട്ടിലൈസ് ചെയ്തിരിക്കും. അപ്പൊ ലാക്ടോസ്
ഫെർമെന്റിങ് ലാക്ടോസ് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ആ മീഡിയത്തിൽ ഉണ്ടാവേണ്ട അടുത്ത ഒരു കമ്പോണന്റ് ആണ് സോഡിയം ലോറൈൽ സൾഫേറ്റ് ഓർ സോഡിയം ടൗറോകോളേറ്റ്. സോഡിയം ലോറൈൽ സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ടൗറോകോളേറ്റ് ബൈൽ സോൾട്ട്. ഈ ബൈൽ സോൾട്ടിന്റെ പ്രത്യേകത, ബൈൽ സോൾട്ട് ഇൻഹിബിറ്റ് gram positive organism and some extent to a certain extent gram negative organisms. gram positive organismsനെ എല്ലാം തന്നെ ബൈൽ സോൾട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ചില ഗ്രാം നെഗറ്റീവും അതിനകത്ത് വളരത്തില്ല. അതുപോലെ തന്നെ അപ്പം വേറെ കോളിഫോം എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ ഇൻഹിബിറ്റഡ് ആകത്തില്ല, ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ആണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാം നെഗറ്റീവിന്റെ ഗ്രോത്ത് മാത്രം അലോ ചെയ്ത് ഗ്രാം പോസിറ്റീവിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈൽ സോൾട്ടിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഷുഗർ അത് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഗ്രോത്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പൊ ലാക്ടോസ് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ അവിടെ ഉണ്ടായിരിക്കണം. ലാക്ടോസ് ഫെർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും. അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കണം. ആ സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പ്രോമോക്രിസോൾ പർപ്പിൾ, പ്രോമോതൈമോൾ ബ്ലൂ, ബ്രില്യന്റ് ഗ്രീൻ, ഫീനോൾ റെഡ്, ന്യൂട്രൽ റെഡ്, അങ്ങനെ പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോർ ഡിറ്റക്ടിങ് ആസിഡ് പ്രൊഡക്ഷൻ. പിന്നെ ഇവിടെ പിന്നെ ലാക്ടോസ് cannot ferment, the selection action of lactose occurs because many bacteria cannot ferment this sugar. ലാക്ടോസ് സെലക്ട് ചെയ്യാനുള്ള കാര്യം അതാണ്, പല ബാക്ടീരിയയും ലാക്ടോസ് ഫെർമെന്റ് ചെയ്യത്തില്ല. ബട്ട് കോളിഫോംസ് അത് ഫെർമെന്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ലാക്ടോസ് എന്ന ഷുഗർ തന്നെ നമ്മൾ അവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ ഈ ഡൈയ അല്ലെങ്കിൽ സോഡിയം ടൗറോകോളേറ്റ് അതൊന്നും കോളിഫോംസിനെ ഇൻഹിബിറ്റ് ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ മീഡിയം സെലക്ട് ചെയ്തിരിക്കുന്നതിന് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Water samples are inoculated into a series of tubes containing selective and differential media such as lactose broth or low-rate fructose broth. The tubes are incubated at an appropriate temperature, 35 to 37 degrees Celsius, for a specified period, typically 24 to 48 hours. After the incubation period, tubes showing gas production by the formation of bubbles or displacement of an inverted Dirac tube and acid production indicated by color change in the medium are considered presumptive positive for coliform bacteria. The presence of acid and gas in the positive tubes suggests the potential presence of coliforms, indicating fecal contamination and the need for further confirmation. സോ നമ്മൾ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. നമ്മുടെ പ്രിസംപ്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇപ്പം ഇതൊരു സീരീസ് ഓഫ് ട്യൂബ്സ് വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ്. ഇവിടെ ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് 5 ട്യൂബ് ടെസ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 2 3 4 5, അതായത് ഒരു സെറ്റിനകത്ത് 5 ട്യൂബ്സ് വരും. അങ്ങനെയുള്ള 3 സെറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യും. 3 സെറ്റ് ഓഫ് 5 ട്യൂബ്സ്. അത് നമുക്ക് വേണമെങ്കിൽ 3 സെറ്റ് ഓഫ് 3 ട്യൂബ്സ് വേണമെങ്കിലും, എപ്പോഴും 5 ട്യൂബ് തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല. 3 ട്യൂബിന്റെ ടെസ്റ്റ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 3 സെറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ. അതിനകത്ത് ഒരു സെറ്റിനകത്ത് 5 ട്യൂബാകാം, അല്ലെങ്കിൽ 3 ട്യൂബാകാം. 3 സെറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ 3 സെറ്റിലും ആദ്യത്തെ സെറ്റിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 5 ട്യൂബാണുള്ളത്. 3 ട്യൂബ് വേണമെങ്കിലും ആകാം. അപ്പൊ ഇവിടുത്തെ ഈ 5 ട്യൂബില് ആദ്യത്തെ ഈ സെറ്റില് 5 ട്യൂബിലേക്ക് നമ്മൾ
ഡബിൾ സ്ട്രെങ്ത് ലാക്ടോസ് ബ്രോത്ത് അല്ലെങ്കിൽ ട്രിപ്റ്റിക്കേസ് ബ്രോത്ത് അല്ലെങ്കിൽ മെക്കോങ്കി ബ്രോത്ത് ഇതെല്ലാം തന്നെ ലാക്ടോസ് കണ്ടെയ്നിങ് ബ്രോത്ത് ആണ്. ഈ ലാക്ടോസ് പ്ലസ് ഒരു സ്യൂട്ടബിൾ pH ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ മസ്റ്റ് ആയിട്ടുള്ളത്. ലാക്ടോസ് പ്ലസ് pH ഇൻഡിക്കേറ്റർ പ്ലസ് ആൻഡ് സോഡിയം ടൗക്കോളേറ്റ് ഓർ ബൈസോൾട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാവണം. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കണം, ലാക്ടോസ് ഉണ്ടായിരിക്കണം. ഇതാണ് മസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബ്രോത്ത് സെലക്ട് ചെയ്യുക. ആ ബ്രോത്തില് ഡബിൾ സ്ട്രെങ്ത് ബ്രോത്ത് 10 ml വീതം നമ്മൾ ആദ്യത്തെ സെറ്റിലേക്ക് ആഡ് ചെയ്യും. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് 5 ട്യൂബ്സ് receives 10 ml of double strength medium. Then what is double strength? Double strength medium means the constituent is double. Suppose നമ്മൾ ഒരു 100 ml മീഡിയം നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിന് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിന്റെ ഡബിൾ എമൗണ്ടിൽ ആ ഇത് ആഡ് ചെയ്യുന്നതിനാണ്, മീഡിയം ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡബിൾ സ്ട്രെങ്ത് മീഡിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 100 ml മീഡിയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 14 gram മെക്കോങ്കി ബ്രോത്ത് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ അതിന്റെ ആ കമ്പോണന്റ് നമ്മൾ 14 gram എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ ഡബിള് 100 ml ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 28 grams നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡബിൾ സ്ട്രെങ്ത് മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഡബിൾ സ്ട്രെങ്ത്, ഡബിൾ ക്വാണ്ടിറ്റി. ഇനി അടുത്ത സെറ്റില് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സ്ട്രെങ്ത് മീഡിയം ആണ്. അടുത്ത രണ്ടാമത്തെ സെറ്റിലും 5 ട്യൂബാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 5 ട്യൂബിലും നമ്മൾ എടുക്കുന്നത് 5 ml സിംഗിൾ സ്ട്രെങ്ത് ബ്രോത്ത് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് സെറ്റിലും നമ്മൾ എടുക്കുന്നത് 5 ml സിംഗിൾ സ്ട്രെങ്ത് ബ്രോത്ത് നമ്മൾ എടുക്കും. ആദ്യത്തെ സെറ്റിൽ മാത്രമാണ് 10 ml ഡബിൾ സ്ട്രെങ്ത് മീഡിയം നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ സെറ്റിലും മൂന്നാമത്തെ സെറ്റിലും 5 ml സിംഗിൾ സ്ട്രെങ്ത് മീഡിയം ആണ് എടുക്കുന്നത്. നമ്മൾ മീഡിയം എടുത്തു, അതിനകത്തോട്ട് ഇതാണ് ദിറംസ് ട്യൂബ് കാണിച്ചിരിക്കുന്നത്. ചെറിയ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ട്യൂബ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിറംസ് ട്യൂബ് എടുത്തു, നല്ലതുപോലെ മീഡിയം എല്ലാം അതുപയോഗിച്ച് ഫില്ല് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വാട്ടർ സാമ്പിൾ നമ്മൾ ആഡ് ചെയ്തു. അഡീഷൻ ഓഫ് വാട്ടർ സാമ്പിൾ ഇൻ ലാക്ടോസ് ബ്രോത്ത് കാണിച്ചിട്ടുണ്ട് അവിടെ. അഡീഷൻ ഓഫ് വാട്ടർ സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യും. എങ്ങനെ? അതിൽ ഫസ്റ്റ് സെറ്റ് ഓഫ് 5 tubes receives 10 ml വാട്ടർ സാമ്പിൾ. അതിനകത്ത് ഓൾറെഡി 10 ml മീഡിയം തന്നെയാണ് ഉള്ളത്. അതിനകത്തേക്ക് 10 ml വാട്ടർ സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യും. 10 ml വാട്ടർ സാമ്പിൾ. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 5 ml സിംഗിൾ സ്ട്രെങ്ത് ആണുള്ളത്. 5 ട്യൂബിലും 5 ml സിംഗിൾ സ്ട്രെങ്ത് ആണുള്ളത്. അതിനകത്തോട്ട് 1 ml വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യും. ഓരോ ട്യൂബിലേക്കും 1 ml വീതം വാട്ടർ സാമ്പിൾ ആഡ് ചെയ്യും. മൂന്നാമത്തെ സെറ്റിലും സിംഗിൾ സ്ട്രെങ്ത് മീഡിയം തന്നെയാണ് ഉള്ളത്. അതിനകത്തോട്ട് നമ്മൾ 0.1 ml വാട്ടർ സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യും. 0.1 ml വാട്ടർ സാമ്പിൾ. ഓക്കെ. ആൻഡ് നമ്മൾ ഈ ട്യൂബ്സ് എല്ലാം തന്നെ ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ ഇൻക്യുബേഷൻ 24 to 48 hours. ആ 24 to 48 hours ഇൻക്യുബേഷൻ നടക്കുമ്പോൾ കോളിഫോംസ് ആണ് ഓർഗാനിസംസ് എങ്കിൽ ദേ ഫെർമെന്റ് ലാക്ടോസ്. മീഡിയത്തിലെ ലാക്ടോസ് ഫെർമെന്റ് ചെയ്യും, ആസിഡ് ഫോം ചെയ്യും, അതുപോലെ തന്നെ ഗ്യാസും ഫോം ചെയ്യും. സോ മീഡിയത്തിന്റെ കളറ് ചേഞ്ച് ചെയ്യും. ആസിഡ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ pH ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രത്യേകത അതാണ്. ഇൻഡിക്കേറ്റേഴ്സിന് ഓരോ pHലും, അതായത് അസിഡിക് pHൽ ഒരു കളറ്, ന്യൂട്രൽ pHൽ ഒരു കളറ്, ആൽക്കലൈൻ pHൽ ഒരു കളറ്. സോ ആ pH ഇൻഡിക്കേറ്ററിന്റെ കളർ ചേഞ്ച് ഉണ്ടാവും. കളർ ചേഞ്ച് ഉണ്ടായാൽ ദാറ്റ് മീൻസ് ഓർഗാനിസം വളർന്നിട്ടുണ്ട്, അത് ലാക്ടോസ് ഫെർമെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്.
അങ്ങനെ ലാക്ടോസ് ഫെർമെന്റിംഗ് ഓർഗാനിസംസ് കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക വഴി ആസിഡ് പ്രൊഡക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഗ്യാസ് പ്രൊഡക്ഷനും കൂടിയുള്ള ട്യൂബ്സേ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഗ്യാസ് പ്രൊഡക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് പ്രസൻസ് ഓഫ് ബബിൾസ് ഇൻ ദ ദിറംസ് ട്യൂബ്. ഈ ദിറംസ് ട്യൂബിനകത്ത് വന്ന് ബബിൾസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ബബിൾസ് ഉള്ള ട്യൂബ്സ് നമ്മൾ കളർ ചേഞ്ച് ഉള്ള ട്യൂബ്സും നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഇവിടെ ആദ്യത്തെ സെറ്റില് ആദ്യത്തെ 10 ml സാമ്പിൾ ആഡ് ചെയ്തിട്ടുള്ള സെറ്റില് നമുക്ക് 4 ട്യൂബ്സ് ആണ് പോസിറ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. 1, 2, 3, 4 ട്യൂബ്സ് പോസിറ്റീവായിട്ട് കിട്ടി. രണ്ടാമത്തെ സെറ്റില് 1 ml സാമ്പിൾ ആഡ് ചെയ്തിരിക്കുന്ന ട്യൂബില് 2 ട്യൂബ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടി. ബാക്കി ഒന്നിനകത്തും കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. മൂന്നാമത്തെ സെറ്റിനകത്ത് 0.1 ml ഇതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഒന്നും തന്നെ ആസിഡ് പ്രൊഡക്ഷൻ, ഗ്യാസ് പ്രൊഡക്ഷൻ കാണിക്കുന്നില്ല. എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാർട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മളൊരു MPN ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രിപ്പയർ McConkey മീഡിയ ഓഫ് സിംഗിൾ ആൻഡ് ഡബിൾ സ്ട്രെങ്ത് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് വിത്ത് ദിറംസ് ട്യൂബ് ആൻഡ് ഓട്ടോക്ലേവ് ഇറ്റ്. ദിറംസ് ട്യൂബ് ഒക്കെ ഇട്ടതിന് ശേഷം അത് ഓട്ടോക്ലേവ് ചെയ്യണം. Take 3 set of test tubes containing 5 tubes in each set. One set with 10 ml of double strength and other 2 containing 5 ml of single strength. ആദ്യത്തെ സെറ്റിൽ മാത്രമാണ് നമ്മൾ 10 ml ഡബിൾ സ്ട്രെങ്ത് എടുക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സെറ്റില് നമ്മൾ സിംഗിൾ സ്ട്രെങ്ത് മീഡിയം ആണ് ആഡ് ചെയ്യുന്നത്. Using sterile pipette, transfer 10 ml of water to each of double strength, 1 ml of each of 5 tubes, 1 set of single strength, 0.1 ml remaining 5 tubes. Add ചെയ്തു. എല്ലാ ട്യൂബ്സും 37 degree Celsius. After incubation, observe gas production in the Run's tube and color change of the media. Record the number of positive results from each set and compare with the standard chart to give presumptive coliform count per 100 ml. അപ്പൊ നമുക്കിവിടെ പോസിറ്റീവ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എത്ര ട്യൂബ്സ് ഉണ്ട് എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് 4, 2 and 0. It is 4, 2 and 0. The combination is 4, 2 and 0. അത് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ അനുസരിച്ച് അത് നമ്മുടെ വാട്ടറിനകത്തെ ബാക്ടീരിയയുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഇറ്റ് ഗീവ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയൽ ലോഡ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ട്യൂബ്സിന്റെ നമ്പറും കൂടുതലായിരിക്കും. 5 എല്ലാ ട്യൂബും ആദ്യത്തെ സെറ്റിലെ എല്ലാ ട്യൂബും പോസിറ്റീവ് ആയിട്ട് വരാം. രണ്ടാമത്തെ സെറ്റിൽ അതെല്ലാം പോസിറ്റീവ് ആയിട്ട് വരാം. മൂന്നാമത്തെ സെറ്റും പോസിറ്റീവ് ആയിട്ട് വരാം. അതായത് 5, 5, 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രമാത്രം ബാക്ടീരിയൽ ലോഡ് ആ വാട്ടർ സാമ്പിളിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇൻഡിക്കേറ്റ്. ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 420 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ സെറ്റ് 4 പോസിറ്റീവ്, രണ്ടാമത്തത് 2 പോസിറ്റീവ്, മൂന്നാമത്തതിനകത്ത് ഒന്നും തന്നെയും ഇല്ലായിരുന്നു കളർ ചേഞ്ച് ഗ്യാസ് പ്രൊഡക്ഷൻ ഉള്ളത്. സോ ഇറ്റ് ഈസ് 0. ഇനി നമ്മൾ ഈ വാല്യൂ നമ്മളൊരു സ്റ്റാൻഡേർഡ് ചാർട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ചാർട്ടിനെയാണ് നമ്മള് MPN ചാർട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനകത്തുനിന്ന് കിട്ടുന്ന വാല്യൂ ആണ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓർ MPN വാല്യൂ എന്ന് പറയുന്നത്. MPN ഈസ് നമ്മൾ പറയുന്നത് പെർ 100 ml. 100 ml ഇത്ര പ്രോബബിൾ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഈ ചാർട്ട് ഫുൾ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഇതിൽ 420 എന്ന വാല്യൂ ഈ സ്ലൈഡില്
കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഫുൾ ചാർട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ ചാൻസസ്, അതായത് 555 വരെ വരാവുന്ന ചാൻസസിന്റെ MPN ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു വാല്യൂ ഇത് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 321. 321 എന്ന് പറയുമ്പോഴത്തേക്ക് 321 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആദ്യത്തെ സെറ്റില് 3 ട്യൂബ് പോസിറ്റീവ് ആയിട്ട് കിട്ടി. രണ്ടാമത്തെ സെറ്റില് 2 ട്യൂബ് പോസിറ്റീവ് ആയിട്ട് കിട്ടി. മൂന്നാമത്തെ സെറ്റില് 1 ട്യൂബ് പോസിറ്റീവ് ആയിട്ട് കിട്ടി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 321 എന്ന വാല്യൂ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന MPN ഇൻഡെക്സ് ആണ് 17. MPN ഇൻഡെക്സ് പെർ 100 ml ഈസ് 17. ഇനി 322 ആകാം, 323 ആകാം, 331 ആകാം, 333 ആകാം. ഇങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ള വാല്യൂസ് ഈ MPN ചാർട്ടിനകത്ത് ഇത് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ കാണിച്ചു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 321 ആണെങ്കിൽ കിട്ടുന്ന MPN ഇൻഡെക്സ് 17. ഇനിയല്ല 3 ജസ്റ്റ് മോളിലത്തത് നോക്കിയാൽ 320. സോ MPN ഇൻഡെക്സ് ഈസ് 14. അതായത് ലോഡ് കുറച്ചുകൂടെ കുറവാണ്. MPN ഇൻഡെക്സ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോഡ് വളരെ കുറവാണ്. അതല്ലാതെ ഇവിടെ നോക്കിക്കേ, വേറൊരു വാല്യൂ 230. The MPN index is 12. 230 ആണെങ്കിൽ MPN ഇൻഡെക്സ് 12 വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം ലോഡ് വളരെ കുറവാണ്. അതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് 300 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 സെറ്റിൽ 3 ട്യൂബേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള രണ്ടാമത്തെ സെറ്റിലും മൂന്നാമത്തെ സെറ്റിലും ഒറ്റ ട്യൂബ് പോലും പോസിറ്റീവ് ആയിട്ട് കിട്ടിയിട്ടില്ല. സോ ഇത് MPN ഇൻഡെക്സ് വളരെ കുറവാണ്. ഇറ്റ് ഈസ് 8 മാത്രമേ വരൂ. ഇനി മോളിലോട്ട് നോക്കി കഴിഞ്ഞാല് ആദ്യത്തെ ഇത് നോക്കാം. 000 മീൻസ് ഒരു ട്യൂബ് പോലും പോസിറ്റീവ് ആയിട്ട് വന്നിട്ടില്ല. സോ MPN ഇൻഡെക്സ് ഈസ് ലെസ് ദാൻ 2. ഇനി അടുത്തത് 010, അതായത് ഒറ്റ ട്യൂബ് മാത്രം 1 ml ആഡ് ചെയ്തിരിക്കുന്ന ഒറ്റ ട്യൂബ് മാത്രം പോസിറ്റീവ് ആയിട്ട് വന്നു. അവിടെ MPN ഇൻഡെക്സ് 2 ആണ്. അടുത്തത് 020 ആയപ്പോഴത്തേക്ക് 2 ട്യൂബുകൾ പോസിറ്റീവ് ആയിട്ട് വന്നു. അപ്പൊ MPN ഇൻഡെക്സ് 4 ആയി. വീണ്ടും അടുത്ത ഒരു ഇവിടെ പറയുന്നത് 100, അതായത് ആദ്യത്തെ ഇതിൽ മാത്രം ഒരു ട്യൂബില് പോസിറ്റീവ് ആയിട്ട് വന്നു. അപ്പോഴും MPN ഇൻഡെക്സ് 2 ആയിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ട്യൂബ്സിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് MPN ഇൻഡെക്സ് പെർ 100 ml കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ കൂടുന്നു എന്നാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വാട്ടർ പോർട്ടബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, കുടിക്കാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. വാട്ടർ പോർട്ടബിലിറ്റിക്കുള്ള ഒരു പ്രിലിമിനറി സ്റ്റെപ്പും കൂടിയാണ് MPN ഇൻഡെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. MPN ഇൻഡെക്സ് 2 or less than 2 വരുന്ന വാട്ടർ മാത്രമേ പോർട്ടബിൾ ആയിട്ടുണ്ടായിരിക്കൂ. അപ്പൊ അത് അങ്ങനെയുള്ള വാല്യൂ, അതായത് 2 or less than 2 എന്ന് പറഞ്ഞാൽ less than 2 വരുന്ന ഒറ്റ ഒരു ഇതേ ഉള്ളൂ 000. അതായത് ഒന്നിനകത്തും ഇതൊന്നും വന്നിട്ടില്ല. അതായത് ബാക്ടീരിയൽ ലോഡ് തീരെയില്ല, ഒട്ടും തന്നെ ഇല്ല, ഇല്ലാതെ തന്നെ ഇതാണ്. അപ്പൊ അതാണ് MPN ഇൻഡെക്സ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ അല്ലെങ്കിൽ പ്രിസംറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അടുത്ത നെക്സ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പൊ MPN-നകത്ത് നമുക്ക് ഓർഗനിസം ഈക്കോളി ആണോ എൻട്രോബാക്ടർ ആണോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കോളിഫോർസ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ അവിടെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ഇറ്റ് ഈസ് എ ഫൈനൽ ടെസ്റ്റ് ഇൻ വിച്ച് എ ലൂപ്പ് ഫുൾ ഓഫ് സാമ്പിൾ ഫ്രം പോസിറ്റീവ് confirmatory tubes is streamed on eosine methylene blue
agar, omen, endo agar and incubated for 24 hours. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് 3 ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ആദ്യത്തെ ദിവസം നമ്മൾ ഇത് ചെയ്തു, MPN കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഫസ്റ്റ് ഡേ ചെയ്തു. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ MPN ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ശരിക്കും 4 ദിവസമാണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. 3 ദിവസം ആദ്യത്തെ ദിവസം കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ 3 ദിവസം എന്നുള്ളതാണ്. അപ്പം രണ്ടാമത്തെ ദിവസം നമുക്ക് പോസിറ്റീവ് ട്യൂബ്സ് കിട്ടി, MPN ഇൻഡെക്സ് കണ്ടുപിടിച്ച ആ പോസിറ്റീവ് ട്യൂബ്സിൽ നിന്ന് നമ്മള് ഇയോസിൻ മെഥിലീൻ ബ്ലൂ അഗാർ അല്ലെങ്കിൽ MB അഗാറിലേക്ക് നമ്മൾ സ്ട്രീക്ക് ചെയ്യും. ഫ്രം ദ പോസിറ്റീവ് ട്യൂബ്സിൽ നിന്ന് MB അഗാറിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു, സ്ട്രീക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് 3 type of colonies നമുക്ക് കിട്ടാം. Typical colony, they are pink colored with a greenish metallic appearance or nucleated. Coliforms give typical colony. ഈ കോളനി ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ മെറ്റാലിക് ഷീൻ ഉള്ള കോളനീസ് നമുക്ക് കിട്ടും. A typical colony, they are pink or non-nucleated colony. Coliforms as well as other lactose fermenting organisms give a typical colony. Typical colony pink ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അത് കോളിഫോംസും മറ്റ് ലാക്ടോസ് ഫെർമെന്റിംഗ് ഓർഗാനിസംസും തരും. നോൺ ടിപ്പിക്കൽ കോളനി, ദേ ആർ നോൺ പിങ്ക് കോളനി ഗിവൺ ബൈ നോൺ കോളിഫോംസ്. അപ്പം ഗ്രാം നെഗറ്റീവ് എല്ലാം തന്നെ ഇതിനകത്ത് വളരും. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ടിപ്പിക്കൽ കോളനി കണ്ടുപിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ കോളനിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ മെറ്റാലിക് ഷീനുള്ള കോളനി നമുക്ക് അവിടെ കിട്ടും. ഇതേപോലെ പ്ലേറ്റിൽ നമുക്ക് കാണാം. യോസിൻ മെഥിലീൻ ബ്ലൂ ഇൻഡിക്കേറ്റർ അടങ്ങിയിട്ടുള്ള മീഡിയമാണ് ഒരു ഗ്രീൻ മെറ്റാലിക് ഷീനുള്ള കോളനി കാണും. ഓൺലി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഗ്രോ ഓൺ EMB. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആർ ഇൻഹിബിറ്റഡ് ബൈ ദ ഡൈസ് യോസിൻ ആൻഡ് മെഥിലീൻ ബ്ലൂ ആഡഡ് ടു ദ. ഗ്രാം പോസിറ്റീവ് ഒന്നും ഇവിടെ വളരത്തില്ല, കാരണം ഈ മീഡിയയിലെ യോസിൻ എന്നും മെഥിലീൻ ബ്ലൂ എന്നും പറഞ്ഞ ഡൈ പ്രസന്റ് ആണ്. ഈ ഡൈസ് ഗ്രാം പോസിറ്റീവിനെ ഇൻഹിബിറ്റ് ചെയ്യും. Based on its rate of lactose fermentation, E. coli produce the dark blue-black colonies with metallic sheen. Metallic sheen ഉള്ള colonies നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് E. coli. അങ്ങനെ E. coliയുടെ പ്രസൻസ് നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റിൽ കൂടി അറിയാനായിട്ട് പറ്റും, കൺഫർമേറ്ററി ടെസ്റ്റിൽ. ഇനി അടുത്തത് കംപ്ലീറ്റഡ് ടെസ്റ്റ്. This test helps to further confirm doubtful and if desired positive confirmed test result. വീണ്ടും ഒന്നുകൂടി നമ്മൾ ഇതിനെ കൺഫേം ചെയ്യുവാണ്, ഈ കോളനി തന്നെയാണ് എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ്. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് a typical colony from LES agar is inoculated into a tube of brilliant green by growth and on the surface of nutrient agar slant. Incubated 35 degrees Celsius 24 hours. After 24 hours, the broth is checked for the production of gas and gram stain is made from the organism on nutrient agar slant. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് EMB മീഡിയയിൽ കിട്ടിയിരിക്കുന്ന കോളനി എടുത്തിട്ട് വീണ്ടും നമ്മള് ബ്രില്യന്റ് ഗ്രീൻ നമ്മുടെ ബ്രോത്തില്, ലാക്ടോസ് ബ്രോത്തോ ബ്രില്യന്റ് ഗ്രീൻ ബ്ലൈ ബ്രോത്തോ മെക്കോങ്കി ബ്രോത്തോ ഏതിലോട്ടെങ്കിലും നമ്മള് ബ്രോത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂട്രിയന്റ് അഗാർ സ്ലാൻഡിലോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഈ ന്യൂട്രിയന്റ് അഗാർ സ്ലാൻഡിൽ കിട്ടിയിരിക്കുന്ന കിട്ടുന്ന ഗ്രോത്ത് എടുത്ത് നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കും. ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിനെ കിട്ടും. നമ്മൾ ബ്രില്യന്റ് ഗ്രീൻ ബ്രോത്തിൽ അല്ലെങ്കിൽ ലാക്ടോസ് ബ്രോത്തിൽ ചെയ്തിട്ടുണ്ട്. ലാക്ടോസ് ബ്രോത്തിൽ വീണ്ടും ആസിഡ് പ്രൊഡക്ഷനും പിന്നെ ഗ്യാസ് പ്രൊഡക്ഷനും കാണിക്കുകയും ചെയ്യും. If the organism is gram-negative, non-spore forming rod and produce gas in the lactose tube, then it is positive that coliforms are present in the water sample. അപ്പം വീണ്ടും ഈ കോളയിലെ അല്ലെങ്കിൽ EMBയിലെ കോളനി എടുത്താണ് നമ്മൾ ലാക്ടോസ് ബ്രോത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും അവിടെ ആസിഡ് പ്രൊഡക്ഷനും ഗ്യാസ് പ്രൊഡക്ഷനും കിട്ടുന്നു. അതുപോലെ തന്നെ പിന്നെ
ന്യൂട്രിയന്റ് അഗാറിൽ ചെയ്തിരിക്കുന്ന ഇതെടുത്ത് ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുന്നു. ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇൻവിക് ടെസ്റ്റും ചെയ്ത് നോക്കാം. ഇൻവിക് ടെസ്റ്റ് ഇൻഡോൾ, MR, VP, സിട്രേറ്റ് അതും പെർഫോം ചെയ്യാം ഈ കൂട്ടത്തിൽ തന്നെ സ്ലാൻഡിൽ നിന്ന് എടുത്തിട്ട്. ഇൻവിക് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാം സ്റ്റെയിൻ ചെയ്താൽ ഗ്രാം നെഗറ്റീവും കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം നമുക്ക് വാട്ടർ സാമ്പിളിനകത്ത് കോളിഫോംസ് പ്രസന്റ് ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വാട്ടർ അനാലിസിസിന്റെ 3 സ്റ്റെപ്പുകൾ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിസംറ്റീവ്, കൺഫേംഡ്, കംപ്ലീറ്റഡ് ടെസ്റ്റ്. ഇനി നമ്മൾ ചെയ്യുന്ന വാട്ടർ അനാലിസിസിൽ ചെയ്യുന്ന, അതായത് തെർമോ ടോളറന്റ് ആണ്, ഈക്കോളൈ ആണ് എന്ന് ഒന്നും കൂടി നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ എക്സ്മാൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. എക്സ്മാൻ ടെസ്റ്റ്, കൺഫേംഡ് ഈക്കോളൈ ടെസ്റ്റ് ഓർ ഡിഫറൻഷ്യൽ കോളിഫോം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഫീക്കൽ കോളിഫോംസ് ഇൻ വാട്ടർ. അതായത് നമ്മൾ ചെയ്ത കാര്യം, ദിസ് ടെസ്റ്റ് ഈസ് സിമിലർ ടു MPN ഫോർ ടോട്ടൽ കോളിഫോംസ് ബട്ട് ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ ഈസ് സ്ലൈറ്റ്ലി ഹയർ. നമ്മൾ ഡബിൾ സ്ട്രെങ്ത്, സിംഗിൾ സ്ട്രെങ്ത് അങ്ങനെ ചെയ്ത ആ ടെസ്റ്റ് നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്നതിന് പകരം നമ്മൾ 44 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യുന്നു. കാരണം ഈക്കോളൈ നമ്മൾ പറഞ്ഞു, ദേ ആർ തെർമോ ടോളറന്റ് ഓർഗാനിസം, ദേ ക്യാൻ ഫെർമെന്റ് ലാക്ടോസ് അറ്റ് 44 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ടെസ്റ്റ് നമ്മൾ ചെയ്ത് വീണ്ടും അവിടെയും നമുക്ക് ആസിഡും ഗ്യാസും പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കൺഫേം ആണ് ഈക്കോളൈയുമാണ് എന്നുള്ളത്. ബാക്കി ആദ്യത്തെ പ്രിസംറ്റീവിലൊക്കെ ഈക്കോളൈയോ വേറെ എന്തെങ്കിലും ഓർഗാനിസംസ് ഒക്കെ നമുക്ക് പോസിറ്റീവ് തരാവായി MPN. പക്ഷെ ഇവിടെ ഈക്കോളൈ മാത്രമായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റും ഇത് ഈക്കോളൈ ആണ് എന്നുള്ളത്. ഈക്കോളൈയുടെ പ്ലേറ്റ്സ് ആണ് EMB അഗാറിലുള്ള ഈക്കോളൈയുടെ പ്ലേറ്റ്. ഗ്രീൻ മെറ്റാലിക് ഷീനുള്ള പ്ലേറ്റ്. ഇത് ക്ലബ്സിയല്ലയുടെ പ്ലേറ്റ് ആണ്. പിങ്ക് കളർ കോളനീസ് ആണ് ക്ലബ്സിയല്ല EMB മീഡിയത്തിന് തരുന്നത്. ഇതും അത് തന്നെ നല്ല മ്യൂക്കോയിഡ് ആയിട്ടുള്ള കോളനീസ് ആണ്, ഭയങ്കര ഹൈലി മ്യൂക്കോയിഡ് കോളനീസ് ആണ് ക്ലബ്സിയല്ല സാധാരണ തരുന്നത്. ഇത് എൻട്രോബാക്ടറിന്റെ പ്ലേറ്റ് ആണ് ഈ കാണിച്ചത്. ഇതിന്റെ ഒന്നും ഗ്രീൻ മെറ്റാലിക് ഷീൻ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. വാട്ടർ അനാലിസിസിന്റെ സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞത് എല്ലാം.